2018 റഷ്യൻ വേൾഡ് കപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിലൊന്നായിരുന്നു ഗ്രൂപ്പ് ബിയിലെ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ അതിവാശിയേറിയ ആ പോരാട്ടം. ഇരു ടീമുകളുടെയും വേൾഡ് കപ്പിലെ ആദ്യ മത്സരമായതിനാൽ ഈ മത്സരം വിജയിക്കാൻ സാധിച്ചാൽ അതവരുടെ വേൾഡ് കപ്പിലെ മുന്നോട്ടേക്കുള്ള യാത്രക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. താരസമ്പന്നമായ സ്പെയിനിന് മുന്നിൽ റൊണോയുടെ പറങ്കിപ്പട ശക്തരല്ലെങ്കിലും തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന തങ്ങളുടെ പടനായകൻ കൂടെയുണ്ടെന്ന പ്രതീക്ഷയായിരുന്നു ഓരോ പോർച്ചുഗൽ ആരാധകനും ഉണ്ടായിരുന്നത്. എന്താണ് സ്പെയിനിന്റെ കരുത്തെന്ന് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ സൈഡ് ബെഞ്ച് പോലും പ്രതിഭകളാൽ സമ്പന്നമാണ്. അങ്ങനെ ജിയാൻ ലൂക്ക റോച്ചി എന്ന ഇറ്റാലിയൻ റഫറിയുടെ വിസിലോടെ കളി ആരംഭിക്കുന്നു. കളി തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ റൊണാൾഡോയുടെ ഒരു മുന്നേറ്റം വരുന്നു. ബോക്സിലേക്ക് ട്രിബിൾ ചെയ്ത് കയറിയ റൊണാൾഡോയെ തടയുന്നതിൽ നാച്ചോക്ക് പിഴക്കുന്നു. നാച്ചോയുടെ ആ ശ്രമം ഒരു പെനാൽറ്റിയിലാണ് കലാശിച്ചത്. അങ്ങനെ കളിയുടെ 4-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗലിന് ലീഡ് എടുക്കാനുള്ള ഒരു സുവർണാവസരം ലഭിക്കുന്നു. പെനാൽറ്റി എടുത്ത റൊണാൾഡോക്ക് പിഴക്കുന്നില്ല. പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് ഓടിയെടുത്ത ആ പന്ത് ലക്ഷ്യം കാണുന്നു. അങ്ങനെ കളി പുനരാരംഭിക്കുകയാണ്. ഒരു ഗോളിന് പിറകിലായതോടെ സ്പെയിൻ നിരന്തരം മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ പെപ്പയും ഫോണ്ടയും അടങ്ങുന്ന പോർച്ചുഗലിന്റെ ഡിഫൻസ് അവർക്കൊരു വെല്ലുവിളിയാവുകയായിരുന്നു. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു രംഗമാണിത്. പെപ്പയുടെ ക്ലിയറൻസ് റാഫേൽ ഗൊറേറോയും കടന്ന് മൈതാന മധ്യത്ത് വെച്ച് ബെർണാഡോ സിൽവയിൽ നിന്നും ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് എത്തുമ്പോൾ റൊണാൾഡോയുള്ളത് സ്വന്തം ബോക്സിലാണ്. എന്നാൽ ബ്രൂണോ ബോളുമായി മുന്നേറി പാസ് നൽകുമ്പോഴേക്കും റൊണാൾഡോ സ്പെയിനിന്റെ ബോക്സിലെത്തിയിരുന്നു. 36 km/h വേഗതയിലായിരുന്നു ക്രിസ്ത്യാനോ സ്വന്തം ബോക്സിൽ നിന്നും എതിർ ബോക്സിലേക്ക് എത്തിയത്. എന്നാൽ പോർച്ചുഗലിന്റെ ആ മുന്നേറ്റവും എതിർ ഡിഫൻസിന്റെ ഇടപെടൽ മൂലം വിഫലമാവുകയായിരുന്നു. മറുഭാഗത്ത് ഡിയാഗോ കോസ്റ്റയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ലോങ് ബോൾ വരികയാണ്. കൃത്യമായി തന്നെ പെപ്പയെ മറികടന്ന ശേഷം ഡിയാഗോ കോസ്റ്റ ബോക്സിലേക്ക് ഇരച്ചു കയറുന്നു. ബോക്സിൽ വെച്ച് നേരിടേണ്ടി വന്ന സെഡ്രിച്ചിനെയും ഫോണ്ടയെയും കബളിപ്പിച്ചുകൊണ്ട് കോസ്റ്റ തൊടുത്തുവിട്ട ഷോട്ട് ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ട് പോസ്റ്റിലേക്ക്. പെപ്പെ ഒരു ഫൗളിന് വേണ്ടി കാര്യമായി തന്നെ അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിലും റഫറി അത് പരിഗണിക്കുന്നില്ല. അങ്ങനെ കളിയുടെ 24-ാം മിനിറ്റിൽ ഡിയാഗോ കോസ്റ്റയിലൂടെ സ്പെയിൻ കളിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് പോർച്ചുഗൽ ഗോൾ മുഖത്തെ വിറപ്പിച്ചുകൊണ്ട് ഇസ്കോയുടെ ഒരു ഷോട്ട് വരുന്നു. ബാറിൽ തട്ടി ഗോൾ ലൈനിൽ തട്ടിയ ആ പന്ത് നേരെ റൂയി പെട്രീഷിയോയുടെ കൈകളിലേക്ക്. സ്പെയിൻ ഗോളിന് വേണ്ടി അപ്പീൽ ചെയ്തെങ്കിലും ഗോൾ ലൈൻ ടെക്നോളജിയുടെ സഹായത്തോടെ അത് ഗോളല്ലെന്ന് വിധിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ പോർച്ചുഗലിന്റെ മുന്നേറ്റവും എത്തിക്കഴിഞ്ഞു. റോണോയുടെ ഇടംകാൽ പ്രഹരമേറ്റ പന്ത് ഡഹേയുടെ കൈകളിൽ തട്ടി നേരെ വലയിലേക്ക്. ആദ്യ പകുതി അവസാനിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് കൈവിട്ടുപോയ ആധിപത്യം റൊണാൾഡോയിലൂടെ പോർച്ചുഗൽ തിരിച്ചു പിടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പോർച്ചുഗൽ ഒരു ഗോളിന്റെ ആധിപത്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സ്പെയിനിനെ പോലുള്ള ഒരു ടീമിനെതിരെ ഒരു ഗോളിന്റെ ലീഡൊന്നും അത്ര സുരക്ഷിതമല്ല എന്നതുകൊണ്ട് തന്നെ ലീഡ് ഉയർത്തിക്കൊണ്ട് കളിയുടെ ആധിപത്യം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പോർച്ചുഗൽ 2-ാം പകുതിയിലേക്ക് ഇറങ്ങിയിരുന്നത്. മറുഭാഗത്ത് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള തന്ത്രങ്ങളുമായാണ് സ്പെയിൻ 2-ാം പകുതിയിലേക്ക് ഇറങ്ങുന്നത്. ബോക്സിലേക്ക് താഴ്ന്നിറങ്ങിയ ഡേവിഡ് സിൽവയുടെ ഫ്രീ കിക്ക് ഒരു ഹെഡറിലൂടെ ബുസ്കറ്റ് 6 യാർഡ് ബോക്സിലേക്ക് നൽകുന്നു. ബോക്സിൽ പന്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്പെയിനിന്റെ 19-ാം നമ്പറുകാരൻ ആ പന്തിനെ ഗോളാക്കി മാറ്റുന്നു. കളിയുടെ 55-ാം മിനിറ്റിൽ വീണ്ടും ഒരിക്കൽ കൂടി ഡിയാഗോ കോസ്റ്റ സ്പെയിനിനെ ഒപ്പമെത്തിക്കുന്നു. സ്പെയിൻ ആ സമനില ഗോൾ നേടി മിനിറ്റുകൾക്കകം തന്നെ അവരുടെ മറ്റൊരു മുന്നേറ്റവും വരുന്നു. ഇസ്കോയുടെ പാസ് നൽകാനുള്ള ഒരു ശ്രമം പോർച്ചുഗീസ് ഡിഫൻസിൽ തട്ടി ബോക്സിന് വെളിയിലേക്ക് എത്തുന്നു. എവിടെ നിന്നോ ഓടിയെത്തിയ നാച്ചോയുടെ കാലുകളിൽ നിന്നും ഒരു വെടിയുണ്ട കണക്കെയുള്ള ഷോട്ട് പോർച്ചുഗലിന്റെ ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. ഡിയാഗോ കോസ്റ്റയിലൂടെ സമനില ഗോൾ നേടി വെറും 3 മിനിറ്റുകൾക്ക് ശേഷം സ്പെയിൻ ലീഡിലേക്ക് എത്തുന്നു. പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നാച്ചോയുടെ ആ പ്രഹരമേറ്റത് തങ്ങളുടെ ഹൃദയത്തിലേക്കായിരുന്നു. കാരണം ആദ്യ പകുതിയിൽ 2 തവണ ലീഡിലെത്തിയതിനു ശേഷം പിന്നീട് 2-ാം പകുതിയിൽ തങ്ങളുടെ ടീം ഒരു ഗോളിന് പിറകിലായി നിൽക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. എന്നാൽ ലീഡ് പിടിച്ചെടുത്തു എന്നതുകൊണ്ടൊന്നും സ്പെയിൻ തങ്ങളുടെ മുന്നേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. സ്പെയിനിന്റെ മുന്നേറ്റ നിര നിരന്തരമായി പോർച്ചുഗീസ് ഡിഫൻസിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു.
എന്നാൽ മറുഭാഗത്ത് പോർച്ചുഗലും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗലിന്റെ മുന്നേറ്റ നിര നിരന്തരമായി സ്പെയിനിന്റെ ഗോൾ മുഖത്തെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കളിയുടെ 84-ാം മിനിറ്റിൽ റൊണാൾഡോയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഹൈബോൾ വരികയാണ്. ആദ്യ ടച്ചിൽ തന്നെ റൊണാൾഡോ ആ പന്തിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ പന്ത് വീണ്ടെടുക്കാനെത്തിയ പിക്കേക്ക് അവിടെ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരികയാണ്. ബോക്സിന് തൊട്ട് വെളിയിൽ നിന്നും ലഭിച്ച ആ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഡെഹെ കാഴ്ചക്കാരനായി നോക്കി നിൽക്കെ റൊണാൾഡോയുടെ കാലുകളിൽ നിന്നും പിറന്ന ഒരു മയവില്ലായ്കുള്ള ഫ്രീ കിക്ക് സ്പെയിനിന്റെ ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. 2018 വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിനായിരുന്നു അന്ന് സോച്ചി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പോർച്ചുഗൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ നിമിഷം. പിന്നീട് ഇരു ടീമുകളും വിജയ ഗോൾ എന്ന ലക്ഷ്യത്തോടെ നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോളുകൾ മാത്രം പിറന്നില്ല. ഒടുവിൽ സോച്ചിയിൽ തടിച്ചുകൂടിയ കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് റഫറി ഫൈനൽ വിസിൽ മുഴക്കുകയാണ്. അങ്ങനെ റൊണാൾഡോയുടെ തോളിലേറിക്കൊണ്ട് പോർച്ചുഗൽ വീണ്ടും ഒരിക്കൽ കൂടി തോൽവിയിൽ നിന്നും കരകയറുന്നു.